ഈ ബ്രാക്കറ്റ്സ് പൊട്ടി വരുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, ചുമ്മാ അതങ്ങനെ പൊട്ടി വരുന്നതല്ല. പക്ഷേ ഭൂരിഭാഗം പേഷ്യൻസും അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല, ഡോക്ടർ ബ്ലെയിം ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്പർ 1, ഈറ്റിംഗ് ഹാർഡ് ആൻഡ് സ്റ്റിക്കി ഫുഡ്. നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ സ്റ്റിക്കിയായ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബ്രാക്കറ്റ്സ് പൊട്ടിപ്പോകുന്നതാണ്. നമ്പർ 2, ബൈറ്റിംഗ് നെയിൽസ് ഓർ ക്ലെൻജിങ് പെൻ ഓർ പെൻസിൽസ്. ചെറുപ്പം മുതലേ നഖം കടിക്കുന്ന ശീലമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ, അതുപോലെ ഈ പെന്നും പെൻസിലൊക്കെ വായിൽ വെച്ച് കടിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബ്രാക്കറ്റ്സ് പൊട്ടിപ്പോകുന്നതാണ്. നമ്പർ 3, ബ്രക്സിസം. ഈ ബ്രക്സിസം എന്നത് ഒരു വ്യക്തി അവരുടെ പല്ല് പൊടിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം നല്ല ശക്തിയിൽ കടിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ബ്രക്സിസം ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബ്രാക്കറ്റ്സ് ഡീബോണ്ടായി പോകുന്നതാണ്. നമ്പർ 4, ദ യൂസ് ഓഫ് ഫിനോളിക് മൗത്ത് വാഷസ്. നമ്മൾ ഈ ബ്രാക്കറ്റ്സ് പല്ലിൽ ബോണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പം ചില ആളുകൾ ലിസറിൻ പോലുള്ള ഫീനോളിക് മൗത്ത് വാഷസ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ ഈ കോമ്പോസിറ്റ്സ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി പോകാനും അതുമൂലം ഈ ബ്രാക്കറ്റ്സ് പെട്ടെന്ന് തന്നെ ഡീബോണ്ടായി പോകാനും സാധ്യതയുണ്ട്.